കക്ഷി അവരാരറിയോ? മൂന്നാമത്തെ കക്ഷി അത് മുജാഹിദുകളാണ്. ഇവിടെ ബോർഡ് വെച്ച എന്റെ സുഹൃത്ത് അജ്മലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ്, അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന ഞാനടക്കമുള്ള ആളുകളാണ്. എന്താണ് ആ വിശ്വാസം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. സ്നേഹിക്കണ്ട എന്ന് പറയുന്നവൻ ഇസ്ലാമിന്റെ പുറത്താണ്. പക്ഷേ സ്നേഹിക്കേണ്ടത് കൊടി കെട്ടിയിട്ടും ജാഥ നടത്തിയിട്ടും പായസം വിതരണം ചെയ്തിട്ടും റബീഉൽ അവ്വൽ മാസത്തിന് മഹത്വം കൊടുത്തിട്ടും അല്ല. നേരെ മറിച്ച് പ്രവാചക ചര്യ ജീവിതത്തിൽ പകർത്തിയിട്ടാണ്. അനാഥനായ ഒരു കുട്ടി അപ്പുറത്തെ വീട്ടിലുണ്ട്. നമ്മളെ മോന് കുപ്പായം വാങ്ങുമ്പോഴേ അവനൊരു കുപ്പായം വാങ്ങിയിട്ട് കൊണ്ടുവന്നു കൊടുക്കണം, അവനെ സ്നേഹിക്കണം. നമ്മളെ മോന്റെ പാൻസിന്റെ ഷർട്ടിന്റെ ബട്ടണിൽ പിടിച്ചിട്ട് ഇത് നിന്റെ ഒപ്പച്ച് എനിക്ക് പുതിയ വാങ്ങിത്തന്നതാ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഉള്ളു വേദനിക്കുന്നുണ്ട്, അത് തിരിച്ചറിയണം. അപ്പുറത്തെ വീട്ടിലൊരു വിധവയുണ്ട്, അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വേണ്ടേ രോഗിയായ ഒരാളുണ്ട്, അയാളടുത്ത് ചെല്ലുമ്പോ രോഗത്തിന്റെ കഥകൾ പറഞ്ഞാൽ പേടിപ്പിക്കല്ല വേണ്ടേ, ഈ രോഗം കൊണ്ട് മരിച്ച ആൾക്കാരെ കണക്കെടുക്കല്ല വേണ്ടേ, മറിച്ച് വേണ്ടത് സഹോദരങ്ങളെ എന്താ വേണ്ടത്? അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അയാളെ ആശ്വസിപ്പിക്കണം. ഇത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ. ജമാഅത്ത് നിസ്കാരം നടക്കണം, വീട്ടിലെ കള്ളിത്തുണി എടുത്തിട്ട് രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് പല്ല് പോലും തേക്കാതെ കണ്ണിലെ പൂള കളയാതെ ഒന്നുപോലും ശരിക്കെടുക്കാതെ ഒരു നിസ്കാരം നിസ്കരിച്ച് ബെഡിലേക്ക് മറിയലല്ല, മറിച്ച് കുളിച്ച് വൃത്തിയായി സുഗന്ധം പുരട്ടി പള്ളിയിൽ പോയി നിസ്കരിക്കണം. അത് പ്രവാചക സ്നേഹമാണ്. ആ പ്രവാചക സ്നേഹത്തിനെ കുറച്ച് പണി ഉണ്ടാവും അല്ലേ? അത് കൊടികെട്ടണമായിരുത്ത പ്രവാചക സ്നേഹമല്ല, അതിന് കുറച്ച് പ്രയാസം ഉണ്ടാകും. ഇത്തരം രംഗത്ത് വികാരം പ്രകടിപ്പിക്കുന്ന ആരും ആ രീതിയിൽ ഒരു ദിവസമെങ്കിലും മര്യാദയ്ക്ക് പലപ്പോഴും നടക്കാറില്ല, ചെയ്യാറില്ല എന്നുള്ളത് വേറൊരു സ്വകാര്യമാണ്. ഞാൻ അങ്ങോട്ട് പോണില്ല. ഇതിൽ ഈ 3 തർക്കത്തിൽ ഏതാണ് ശരിയായ റൂട്ട്? ഏതാണ് സുഹൃത്തുക്കളെ? പ്രമാണം വെച്ച് നമുക്ക് പരിശോധിക്കുക. ഉരുളങ്കല്ലുകൊണ്ടല്ല, ഉരുളങ്കല്ലൊരുത്തന്റെ തലയിൽ വീണിട്ട് ഒരു ഞരമ്പ് പൊട്ടിയോ മരിച്ചു എന്ന് വിചാരിക്കുക. എന്താ അതിന്റെ ഹുക്കുമ്? എന്താ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അനുസരിച്ച് നമ്മൾ ഉസ്താദുമാർ പറഞ്ഞ ഹുക്കുമ്? നമ്മൾ ആലോചിക്കണ്ടേ? ചെറിയ കാര്യമല്ലല്ലോ. അയാളുടെ ഭാര്യ നാളെ മുതൽ വിധവയാണ് സഹോദര. 3 മാസമായ ആ മുജാഹിദ് പ്രവർത്തകന്റെ 3 മാസമായ മോൻ അനാഥനാണ് സഹോദര. ഈ സത്യം പരസ്യമായി പറയാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പേരിൽ അയാളെ നെറ്റിപൊട്ടി അയാൾ ഇവിടെ പിടഞ്ഞു മരിച്ചാൽ നമ്മൾ ആലോചിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു പഠന വിധേയാക്കാണ്. എനിക്ക് എന്റേതായി ഒന്നും പറയല്ല. ഈ തർക്കങ്ങളിൽ ഏതാണ് സ്വീകരിക്കേണ്ടത് നമുക്ക് പരിശോധിക്കാം. ഖുർആനിൽ റബീഉൽ അവ്വൽ മാസത്തിനെ സംബന്ധിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ മാസങ്ങളെ കുറിച്ച് പറയണില്ലേ? ഉണ്ട്. സൂറത്ത് തൗബ 9-ാമത്തെ അധ്യായം. അവിടെ ഖുർആൻ പറഞ്ഞു, ഇന്ന ഇദ്ദത്തുശ് ശുഹൂരി ഇൻദല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം, ഇന്ന ഇദ്ദത്തുശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. അല്ലാഹുവിന്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം 12 ആണ്. പടച്ചോന്റെ അടുത്ത് 12, നമ്മുടെ കലണ്ടറിൽ മാത്രമല്ല 12 ആണ്. മിൻഹ അർബഅത്തുൻ ഹുറും, ഇതിൽ 4 മാസങ്ങൾക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ട്. ആ 4 മാസത്തിൽ റബീഉൽ അവ്വൽ ഉണ്ടോ? ആ 4 മാസം ഏതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ കിട്ടുമോ? ഇല്ല. അല ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ പോലെ കിട്ടിയ വേറൊന്നുണ്ട്, അത് ഹദീസാണ്. അത് ഹദീസിൽ നോക്കണം. ഹദീസിൽ തന്നെ ഏറ്റവും 1-ാമത്തെ പടിയിൽ നിൽക്കുന്നത് ബുഖാരിയാണ്. ബുഖാരിയിൽ തന്നെയുണ്ട്. അതേതാ? അത് മുഹറമാണ്, റജബാണ്, ദുൽഖഅദയാണ്, ദുൽഹിജ്ജയാണ്. റബീഉൽ അവ്വൽ കാണുന്നില്ല. എന്നാൽ ഈ 4 മാസങ്ങൾക്ക് മാത്രമേ പ്രത്യേകതയുള്ളൂ? അല്ല. റബീഉൽ അവ്വലിന് പിന്നെ റമദാൻ മാസത്തിന് പ്രത്യേകതയുണ്ട്. ഖുർആൻ ഇറങ്ങിയ മാസം എന്ന നിലയ്ക്ക് ശവ്വാലിന് പ്രത്യേകതയുണ്ട്. ശവ്വാലിലെ ഇസ്ലാമിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തേ റബീഉൽ അവ്വൽ എണ്ണിയില്ല? റബീഉൽ അവ്വലിന് ഒരു സ്ഥാനം ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരാഘോഷം ആ മാസത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല, ഒന്നുമില്ല. പിന്നെയുള്ളതെന്താ? ഹദീസാണ്. നബിയിലേക്കാണ് മടക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടക്കുമ്പോഴോ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടന്റും ആശയവും മാത്രമേ ഇവിടെ കെട്ടിയ ഫ്ലെക്സിലുള്ളൂ, വേറൊന്നുമില്ല. അത്രേ ഉള്ളൂ. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് ഈ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എന്തിനാ അറിയങ്ങള്? ഇങ്ങനെ തുറന്ന് സത്യം പറയാന്. ആ അവകാശത്തിന് വേണ്ടിയാണ്. ആ അവകാശത്തിൽ ചോരയും നീരും കൊടുത്ത് പണിയെടുത്തവരാണ് സലഫികൾ, അല്ലേ? കെ എം മൗലവിയുടെ ചരിത്രം വായിക്കാതെ പാഠപുസ്തകത്തിന് പോകാൻ പറ്റില്ല.
മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചരിത്രം വായിക്കാതെ ചരിത്ര വിദ്യാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയുമ്പോ ഈ മൊയ്തു മൗലവിന്റെ ചരിത്രം വായിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. മൗലാന ആസാദിന്റെയും അലി സഹോദരങ്ങളുടെയും ചരിത്രം വായിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. സലഫി പ്രസ്ഥാനം കൊടുത്ത ഭൂമികയിൽ നിന്ന്, സലഫി പ്രസ്ഥാനം കൊടുത്ത പൾസിൽ നിന്ന് ബ്രിട്ടീഷുകാരന്റെ തോക്കിൻ കുഴകളുടെ മുന്നിൽ പോയി ആത്മഹത്യാപരമായ സമീപനം സ്വീകരിച്ചവർക്ക് അവർക്ക് കൃത്യമായ റൂട്ട് കാണിച്ച് എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടം എന്ന് പഠിപ്പിച്ചു. അല്ലേ? ആ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിൽ ഡൽഹിയിലെ നെഹ്റുവിന്റെ പ്രഖ്യാപനങ്ങൾക്ക് ഇന്ത്യയിലെ തെരുവുകൾ ആഘോഷപൂർവം അത് പകലിനെ രാത്രിയെ പകലാക്കിയപ്പോൾ ആ ചോരയുടെ ഓഹരി, ആ വിയർപ്പിന്റെ ഓഹരി ഉള്ള ആളുകളാ മുജാഹിദുകൾ. അന്നേ ഉസ്താദുമാര് പറഞ്ഞത് നിലനിൽക്കുന്ന ഗവൺമെന്റിന് ഇതിൽ പോരാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങളാരും ഈ പണിക്ക് പോണ്ടാന്നാണ്. ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഫ്ലെക്സിന് എന്താ ചെയ്യേണ്ടത്? ഫ്ലെക്സ് വന്നാൽ അജ്മലിന്റെ ഫ്ലെക്സിന്റെ അപ്പുറത്ത് നമ്മളെ ഫ്ലെക്സ് വരണം. അജ്മൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. അതാണ് ദൈക്ഷണിക സംവാദം. അതല്ലാതെ സഹോദരങ്ങളെ, ഉരുളങ്കല്ലല്ല ഇതിന്റെ പരിഹാരം. ഈ പരിപാടികളെ പ്രതിക്രിയ എന്താ? ഇതേപോലെ പോലീസ് പെർമിഷൻ എടുത്ത് പരിപാടി നടത്തുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഈ പ്രദേശത്ത് വരേണ്ടി വരില്ല. സർ, നിങ്ങൾക്ക് സ്റ്റേഷനിൽ ഇരിക്കാം. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കേരളത്തിൽ ഞങ്ങളുടെ പേരിൽ ഒരു FIR എങ്കിലും ഈ വിഷയകമായി പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. ചെറുപ്പക്കാരല്ലേ, വികാരം കൂടൂല? ഇല്ല. മുതിർന്നവരൊക്കെ ആവുകൊണ്ട് അങ്ങനെ പോകും. നിങ്ങളെ കുട്ടികളോ? കേരളത്തിലെ ക്യാമ്പസുകളിൽ ഞങ്ങളെ കുട്ടികളെ 40 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു FIR എങ്കിലും സർ ഞങ്ങളുടെ പേരിൽ, ഞങ്ങളുടെ കുട്ടികൾ ഈ സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഐഡിയോളജിക്കൽ സപ്പോർട്ട് അതുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീർഘമായ എന്ന് വേണമെങ്കിൽ പറയാവുന്ന 23 വർഷം ആശയം കൊണ്ട് അതിന് ദൈർഘ്യമുണ്ടായിരുന്നു. ആ 23 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു ദിവസമെങ്കിലും പ്രവാചക തിരുമേനി നിങ്ങൾ എന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കണമെന്ന് പറയുകയോ, ജന്മദിനം ആഘോഷിച്ച് കാണിക്കുകയോ, ജന്മദിനം ആഘോഷിച്ചവരെ അംഗീകരിക്കുകയോ ചെയ്തത് കാണിച്ചാൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പണി കുറഞ്ഞു. നിങ്ങൾ പറയുന്ന അത്ര മീറ്റർ റാലി നടത്തിക്കോളാം, നിങ്ങൾ പറയുന്ന അത്ര ബിരിയാണി വെച്ച് വിളമ്പിക്കോളാം, ഒരു പ്രശ്നമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ? ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കാണിച്ചിട്ടുണ്ടോ? അപ്പൊ എന്താ പറയാറോ? മുത്തുറസൂലുള്ളാഹി എങ്ങനെ മുത്തുറസൂലുള്ളാഹിന്റെ പേരിൽ തന്നെ ആഘോഷിക്കാനാണ്. ആഘോഷിക്കും, ദീനാണെങ്കിൽ ആഘോഷിക്കും. നമ്മുടെ നിസ്കാരത്തിൽ ചൊല്ലണ സ്വലാത്തില്ലേ, ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത് സുഹൃത്തുക്കളെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പേരിൽ ചൊല്ലിയിട്ടുണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ തന്നെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടല്ലോ. അപ്പൊ ജന്മദിനം ആഘോഷിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു, അത് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ പരിശോധിക്കാം. നമ്മൾ പരിശോധിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ കാണുന്നില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നാമത്തെ ഖലീഫ ആരാ? പ്രവാചകന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹമില്ല നമുക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞു തരാൻ ഞാൻ നിങ്ങൾക്കൊരു രാത്രി, പലായനത്തിന്റെ രാത്രി. ശത്രുക്കൾ വീട് വളഞ്ഞു, ശത്രുക്കൾ ഉരുളം വെല്ലം കൊണ്ട് വീടിന്റെ പുറത്ത് നിൽക്കുകയാണ്, കത്തിയും വടിയും കൊണ്ട് നിൽക്കുകയാണ്. ഓരോ ഗോത്രത്തിലെയും പ്രതിനിധിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വീട് വളഞ്ഞിരിക്കുന്നു. എന്തിനാ ഓരോ ഗോത്രത്തിലെയും പ്രതിനിധിയെ വിളിച്ചു വരുത്തിയത്? ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടാകാൻ, ഇതിനെതിരെ പ്രതിക്രിയ നടപടി വരുമ്പോൾ എല്ലാവരും കൂടി ഇറങ്ങാൻ, ഐക്യകണ്ഠേനയാക്കി. അങ്ങനെയാണല്ലോ, ആര് എന്തു എങ്ങനെ എങ്ങോട്ട് ഉടുത്തിടാം, ഒരു പ്രശ്നമല്ല. അത് ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആളുകൾ അത് ഐക്യകണ്ഠേനാണല്ലേ. ഐക്യകണ്ഠേനാവുമ്പോ എന്താന്ന് വെച്ചാല് കുറച്ചൊക്കെ ഒരു എല്ലാവരും കൂടി അങ്ങനെ യോജിക്കൊന്നുമില്ലല്ലോ എന്നാണ് ആലോചിക്കുക. ഇതേ ഹിക്മത്ത് ഉപയോഗിച്ചു ആര്? മക്കയിലെ ഖുറൈശികളും അല്ലാത്തവരൊക്കെ. അവസാനം എന്ത് സംഭവിച്ചു? അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. രാത്രിയിൽ സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാചകൻ പോവാണ്. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ വേറെന്തെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ സുഹൃത്തുക്കളെ? അബൂജഹല് പ്രവാചകൻ എങ്ങനെ കൈകാര്യം ചെയ്തു? ഉരുളം കല്ലുണ്ട്. എന്നാൽ തിരിച്ചോ? മുത്ത് റസൂലുള്ളാഹി
ഒരു വടി ഇല്ല. റസൂലുള്ളാഹി നേരെ പലായനം നടത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പലായനത്തിന്റെ ഇടയ്ക്ക് മക്കയുടെ അതിർത്തി കഴിഞ്ഞെന്ന് മനസ്സിലായപ്പോൾ നബി നിർത്തിയിട്ട് മക്കനോട് പറയുന്നുണ്ട്, മക്കേ ഞാൻ പോവാ, നീ എന്നെ വിളിക്കുന്ന ദിവസം ഞാൻ വരാം. നിന്റെ ഹൃദയത്തിൽ എന്നെ നിൽക്കാൻ എന്റെ ജനങ്ങൾ സമ്മതിക്കാഞ്ഞിട്ടാണ് മക്കേ. നേരം പുലരുന്ന നേരത്ത് ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് നിറക്കണ്ണുകളോട് കൂടെ ഇത് സംസാരിക്കുന്ന ഒരു പ്രവാചകൻ തന്റെ മൈഗ്രേഷന്റെ, തന്റെ ഹിജറയുടെ, തന്റെ പലായനത്തിന്റെ, തന്റെ പ്രവാസത്തിന്റെ വേദനയാണ് ഈ വരികളുടെ, ഈ ആശയത്തിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തിയത്. അന്നേ ആ ഹിജറിന്റെ അടുത്തൊരു സംഭവം ഉണ്ടായി. നേരം വെളുക്കാൻ പോവുകയാണ്. പകലിൽ ആളുകൾ കണ്ടാൽ പ്രവാചകനെ ഉപദ്രവിക്കും. അതുകൊണ്ട് സൗർ ഗുഹയുടെ മുകളിലേക്ക് എത്തണം. കുത്തനെ നിൽക്കുന്ന മല, ആ മലയിലേക്ക് കയറാണ്. രാത്രി പൊത്തിപ്പിടിച്ച് തപ്പിത്തടഞ്ഞ് കയറാണ് സഹോദര, നമുക്ക് വേണ്ടി നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പകുതി എത്തിയപ്പോൾ റസൂലുള്ളാഹി ഇരുന്നു, കഴിയണില്ല, കാലിൽ നീര് കെട്ടിയിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈകളിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് 53 വയസ്സായ പ്രവാചകനെയും കൊണ്ട് ചെങ്കുത്തായ മല കയറാണ്. ഒരു പാലം, ഇങ്ങനെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുണ്ടാക്കിയ പാലം മോനെയും പിടിച്ച് കിടക്കണമെന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. ഇതല്ല, മകനെക്കാളും ഉമ്മയെക്കാളും ഉപ്പയെക്കാളും സർവ്വതിനെക്കാളും താൻ സ്നേഹിക്കുന്ന പ്രവാചകൻ കൈകളിൽ ചെങ്കുത്തായി നിൽക്കുന്ന മല, അതിന്റെ വരികളിലൂടെ കൈകൾ ഒരു കൈ കൊണ്ട് അവിടെ പിടിച്ച് പ്രവാചകനെ തോളിലേക്കിട്ട് സൗർ ഗുഹയിലേക്ക് എത്തിയ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ നമ്മൾ നടത്തുന്നത് പോലത്തെ ഒരു പ്രവാചക സ്നേഹം അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? 2 കൊല്ലം കിട്ടി റാലി നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ചോള കാരക്ക കൊടുത്തിട്ട് ഇന്ന് നബിദിനാണ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ തെളിവ്? ഉണ്ടെങ്കിൽ അതല്ലേ വരേണ്ടത്, ഉരുളങ്കല്ലല്ലോ വരേണ്ടത്, തെളിവല്ലേ സുഹൃത്തുക്കളെ വരേണ്ടത്, അല്ലേ? തെളിവ് കൊണ്ട് ആക്രമിക്കൂ പ്രിയപ്പെട്ടവരെ, തെളിവ് കൊണ്ട് പ്രതിരോധത്തിലാക്കൂ പ്രിയപ്പെട്ടവരെ. രേഖകൾ സംസാരിക്കട്ടെ സഹോദരങ്ങളെ. ഉണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന് സ്നേഹമില്ലേ? സ്നേഹമില്ലേ? ഈ നബിദിനാഘോഷം നടത്താത്തവരൊക്കെ കാഫറുകളും നബിയെ സ്നേഹിക്കാത്തവരാണെന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതുണ്ടോ? എവിടെയുണ്ട്? ഏത് കിതാബിലുണ്ട്? കിതാബിന്റെ വക്കത്തെങ്കിലുണ്ടോ? അതിനല്ലേ മറുപടി വരേണ്ടത്. 2 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര 10 കൊല്ലം ഇസ്ലാമിന്റെ ഖലീഫ. എന്താ അവസ്ഥ? എല്ലാ അധികാരങ്ങളും കൈകളിലേക്ക് വന്നു. കിസ്റയുടെ കിരീടവും വന്നു. കിസ്റയുടെ കിരീടം കൈകളിൽ കിട്ടിയപ്പോൾ ആ കിരീടം കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില വരികളുണ്ട്. പടച്ചോനെ, എന്റെ പ്രവാചകന്, എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖിന് നീ ഈ അനുഗ്രഹം കൊടുത്തിട്ടില്ല. ഈ അനുഗ്രഹങ്ങൾ തന്ന് എനിക്കുള്ളത് നീ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കുകയാണോ എന്ന് ചോദിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞു. പ്രവാചകന് വേണ്ടി എല്ലാ രംഗത്തും ചങ്കുറപ്പോടുകൂടെ ഇറങ്ങി, അല്ലേ? ഓരോ രംഗത്തും ചീറ്റുപുലിയെപ്പോലെ പ്രവാചകന് വേണ്ടി വർക്ക് ചെയ്തു. 10 കൊല്ലം അവസരം കിട്ടിയിട്ട് ഒരു നബിദിനാഘോഷമെങ്കിലും അദ്ദേഹം നടത്തിയോ? എവിടെ, എപ്പോ, എന്ന്? ഇല്ലല്ലോ സുഹൃത്തുക്കളെ. ഈ രീതിയിൽ ഒരു നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടോ? ഈ രീതിയിൽ വേണ്ട ഏതെങ്കിലും ഒരു രീതിയിൽ നടത്തിയിട്ടുണ്ടോ? റബീഉൽ അവ്വൽ മാസത്തിന് ഒരു നിമിഷത്തിനെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടാത്തത് ഞങ്ങൾക്കും വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞതിനാണോ ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഉപദ്രവങ്ങൾ എത്തുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും പുറത്താണ്. ഉരുളൻ കല്ലുകൾ വീഴുന്നത് ഞങ്ങളുടെ തലയിലും നെറ്റിയിലുമല്ല, മറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുത്ത് റസൂലുള്ളാഹിയുടെ ചാരത്ത് കിടക്കുന്ന ആ 2 വലിയ മനുഷ്യരുടെ ഖബറും പുറത്താണ് എന്നത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വൈകാരികമാകാൻ എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 3 ഉസ്മാൻ ഇബ്നു ഗഫ്ഫാൻ റളിയല്ലാഹു അൻഹു എത്ര കൊല്ലം ഭരിച്ചു? 12 കൊല്ലം ഭരിച്ചു. 12 കൊല്ലം. ആ 12 കൊല്ലത്തിന്റെ ഇടയിൽ 10 വേണ്ട, 2 വേണ്ട, ഒരു ദിവസം ആഘോഷിച്ചോ? കൂടിയിരുന്ന് ദിക്റല്ലയോ, സ്വലാത്ത് ചെല്ലിയോ? ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? നടന്നിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമുള്ളതുകൊണ്ടും തിരിച്ചിഷ്ടമുള്ളതുകൊണ്ടാ സ്വന്തം രക്തത്തിൽ പിറന്ന 2 കുട്ടികളെ, സ്വന്തം 2 മക്കളെ പ്രവാചകൻ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തത്. പിന്നെ ഉസ്മാൻ ഇബ്നു ഗഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഞങ്ങൾ വിശ്വസിച്ചത് വിശ്വസിച്ചു, ഞങ്ങൾ വിചാരിച്ചത് വിചാരിച്ചു. ആ വിചാരത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പോരാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം മരിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകായിരുന്നു. നാട്ടുകാരെ പേടിക്കുന്നതിലേറെ അള്ളാഹിനെ പേടിക്കണം, മഹല്ല് കമ്മിറ്റിയെ പേടിക്കുന്നതിലേറെ പടച്ചോന്റെ നരകത്തെ പേടിക്കണം.
അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമാണ്. നിങ്ങൾ ആരും വിഷമം വിചാരിക്കരുത്. നാലാമത്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. എത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്, അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു, റസൂൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, റസൂലിനെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇങ്ങനെ സ്നേഹിച്ച അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ചെയ്തതുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നബിദിനാഘോഷത്തിന്റെ റാലി നടത്തിയിട്ടുണ്ടോ? അന്നദാനം നടത്തിയിട്ടുണ്ടോ? നബിദിനാഘോഷം നടത്തണമെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? വിശ്വസിച്ചതുണ്ടെങ്കിൽ തരൂ, തിരുത്താൻ ഞങ്ങൾ ഇപ്പോൾ റെഡിയാണ്. അതാണ് മുജാഹിദുകളുടെ പ്രത്യേകത. അവർക്ക് 2012 ഹദീസ് കിട്ടിയതെങ്കിൽ അപ്പൊ തിരുത്തും, 2009 കിട്ടിയതെങ്കിൽ അപ്പൊ തിരുത്തും, അല്ലേ? വിശ്വാസരംഗത്ത് ഒരിക്കലും തിരുത്തേണ്ടതില്ല. കാരണം ആദ്യം നബി വിശ്വസിച്ച അതേ തൗഹീദ് തന്നെയാണ് എന്നും വിശ്വസിക്കാനുള്ളത്. ആദ്യം നബി വിശ്വസിച്ച അതേ മലക്കുകളിലുള്ള വിശ്വാസമാണ് എന്നുള്ളത്. ആദ്യം നബി വിശ്വസിച്ച അതേ പ്രവാചകന്മാരുള്ള വിശ്വാസം തന്നെയാണ് എന്നുള്ളത്. വിശ്വാസ മേഖലയിൽ മാറ്റം വരില്ല. എന്നാൽ മൂസാ അലൈഹിസ്സലാം 50 റക്അത്ത് നിസ്കരിച്ചു, നമ്മൾ 5 റക്അത്തേ നിസ്കരിക്കുന്നുള്ളൂ. കർമ്മ മേഖലയിൽ മാറ്റങ്ങൾ വരാം, ബാക്കി പല മേഖലകളിലും മാറ്റങ്ങൾ വരാം. തിരുത്താൻ ഞങ്ങൾക്ക് പറ്റും, തിരുത്താൻ ഞങ്ങൾക്ക് കഴിയും, തിരുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് സംഘടന ഞങ്ങൾക്ക് തടസ്സമല്ല, അതിന് സർക്കുലർ ഞങ്ങൾക്ക് തടസ്സമല്ല, അതിന് ഞങ്ങൾ നേരത്തെ പറഞ്ഞുപോയി എന്നും ഞങ്ങൾക്ക് തടസ്സമല്ല, ഒന്നും ഞങ്ങൾക്ക് തടസ്സമല്ല. ഞങ്ങൾക്ക് ആയത്ത് കിട്ടിയാൽ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്ത് മാഇദ 83 പറഞ്ഞല്ലോ, വൈദാ സമിഉ മാ ഉൻസില ഇല റസൂൽ, റസൂലിലേക്ക് ഒരു കാര്യം ഇറക്കപ്പെട്ടാൽ അതവർ കേട്ടാൽ അവരുടെ കണ്ണുകൾ ചാലിട്ടൊഴുകുന്നത് അങ്ങേക്ക് കാണാൻ നബിയെ. യഖൂലൂന റബ്ബനാ ആമന്നാ, പടച്ചോനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയുകയും ചെയ്യും. ഫക്തുബനാ മഅശ്ശാഹിദീൻ, ഞങ്ങൾ നീ നിന്റെ മാർഗത്തിൽ സാക്ഷിയാക്കുന്നവരുടെ കൂടെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ഇത്രയും കാലം കിട്ടിയില്ലല്ലോ, അള്ളാഹുവെ ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞവർ സ്വീകരിക്കുന്നതാണ്. 4 ഖലീഫമാരുണ്ടോ? മുത്ത് റസൂലുള്ളാഹിയുടെ വിരിമാറിന്റെ ചൂടറിഞ്ഞ, പ്രവാചക തിരുമേനിയുടെ ഹൃദയത്തിന്റെ സൗന്ദര്യമറിഞ്ഞ ആയിഷ ബീവിയാണെന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 48 കൊല്ലം പ്രവാചക തിരുമേനിക്ക് ശേഷം ജീവിച്ചു. 40-ലധികം കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നിച്ച് ജീവിച്ചു. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉള്ള ഭാഗം ഒന്ന് ഫോട്ടോ കോപ്പി എടുത്ത് ഒട്ടിച്ചാൽ പോരെ? അത് ഉസ്താദിനോട് ചെന്ന് പറയുമ്പോൾ മൂപ്പര് വരെ എടുത്തു മാറ്റാന്, അല്ലേ? അതല്ലേ സ്വകാര്യം. വളരെ പച്ചക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും എനിക്കറിയാം, പക്ഷേ ഞാൻ പറയണ്ടേ വേണല്ലോ. എന്താ അപ്പുറത്ത് അജ്മലിന്റെ ബോർഡിൽ എഴുതിച്ചാൽ മതി. എന്ത്? 40-ലധികം വർഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ജീവിച്ച അവിടുത്തെ പത്നി ആയിഷ ബീവി ഇതാ ആഘോഷിച്ചതിന്റെ തെളിവ് ഇന്ന കിതാബിൽ ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ വരിയിലുണ്ട്. തീർന്നു. അതിന് ഇങ്ങനത്തെ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, അതിന് A4 പേപ്പർ മുടക്കേണ്ട കാര്യമല്ല, ഒപ്പിട്ടിട്ട് ഒരു കാര്യമല്ല. വളരെ ക്ലിയർ ആണ് വിഷയം. ഇല്ല സഹോദര, ഇല്ല, കാണിക്കുക സാധ്യമല്ല. അതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഞാൻ ചോദിക്കട്ടെ, പ്രവാചകന്റെ പത്നിമാരിൽ ആരെങ്കിലും ആഘോഷിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ആ റൂട്ടിന് വിരുദ്ധമായിട്ട് അവരൊന്നും ചെയ്യൂല. ഇനി ഞാൻ ചോദിക്കട്ടെ, 4-ാലൊരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമല്ലേ? 4-ാലൊരു മദ്ഹബിലുള്ളത് അംഗീകരിക്കലും സ്വീകരിക്കലും നിർബന്ധമാണല്ലോ. ആ 4-ാലൊരു മദ്ഹബിലുള്ളത് അംഗീകരിക്കാനും സ്വീകരിക്കാനും ബാധ്യതപ്പെട്ട ആളുകൾ പറയട്ടെ, ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അഇമ്മത്ത് പറഞ്ഞത് സുഹൃത്തുക്കളെ. എന്ത് പറഞ്ഞത്? അസ്ലു അമലിൽ മൗലിദി ബിദ്അ, നബിദിനാഘോഷത്തിന്റെ അടിത്തറ തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അമലുഹു, അത് ഒരിക്കലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അന്നഹദുൻ മിനൽ ഉലമാഇൽ ഉമ്മ, മുൻഗാമികളിൽപ്പെട്ട ഒരു പണ്ഡിതനിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ലഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ, അവർ ദീനിൽ മാതൃകായോഗ്യരാണ്. അവർ അല്ലദീന ലഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ മാർഗമനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ പോലും ഇത് ഉദ്ധരിച്ചിട്ടില്ല എന്നാണ്. ഇത് ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറയപ്പെട്ട വരികൾ നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇബ്നു ഹജർ പറഞ്ഞു അസ്ലാമലുൽ മൗലിദി ബിദ്അ, നബിദിനാഘോഷത്തിന്റെ അടിത്തറ ബിദ്അത്താണ്. പ്രിയപ്പെട്ടവരെ, ഈ ബിദ്അത്തായ ഏർപ്പാട്
ആ ഏർപ്പാട് അത് ചെയ്യുന്നവനുള്ള ശിക്ഷ എന്താണ്? നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം പോകും. എന്റെ സഹപ്രവർത്തകർ എനിക്ക് സെക്യൂരിറ്റി ഒരുക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങളെ സെക്യൂരിറ്റി എനിക്ക് വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ ഈ നാട്ടിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു വരി പറഞ്ഞിട്ടുണ്ടോ? ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കാലിന്റെ കീഴെ കിടന്ന ഞാൻ സംസാരിച്ചത്. എന്നെ എന്റെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ബാധ്യതയാണ് എന്ത്, ഞാൻ അവർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയരുത് എന്നത്. ആ ബോധ്യം എനിക്കുണ്ട്. അങ്ങനെ സംസാരിച്ച് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്താൽ ആ അടയാളം കാട്ടിയിട്ട് ഞാൻ സ്വർഗത്ത് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റൂല. ഞാൻ കൃത്യമായിട്ട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തൊരു വിഭാഗം ആളുകൾ ചെല്ലുന്നുണ്ട്. അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കുമ്പോൾ അത് തടയുകയാണ്. അള്ളാഹു അരുതെന്ന് പറയാ. എന്താ കാരണം? കള്ളു കുടിച്ചതല്ല, വ്യഭിചരിച്ചതല്ല, മോഷ്ടിച്ചതല്ല, ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ. കാരണം ഒന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിൽ പ്രവാചക തിരുമേനിക്ക് ശേഷം ദീനല്ലാത്തത് ഉണ്ടാക്കി. അല്ലയുമാക്കുമൻ തുലക്കും ദീനക്കും വാത്തുമംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ പൂർത്തീകരിക്കപ്പെട്ട മതമില്ലേ, ആ മതത്തിൽ പ്രവാചകൻ മദീനയിൽ ജീവിക്കുന്ന കാലത്തില്ലാത്ത, സ്വഹാബത്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യൽ ബിദ്അത്താണ്. ബിദ്അത്ത് ചെയ്തവന് ഹൗദുൽ കൗസറിലെ വെള്ളം നഷ്ടപ്പെടും. പരലോകത്തിൽ വിശ്വാസമുള്ളവരെ, മനുഷ്യരെ, നമ്മൾ ആലോചിക്കണം. നമ്മുടെ മുന്നിൽ എല്ലാം നഷ്ടപ്പെടുന്ന മരണം വരാനുണ്ട്. കയ്യിലെ കളിപ്പാട്ടം താഴെ വീണുടങ്ങി ചെല്ലിന്റെ കളിപ്പാട്ടങ്ങൾ നുള്ളിപ്പൊറുക്കി, ഉമ്മച്ചിയെ എന്റെ കളിപ്പാട്ടം പൊട്ടിപ്പോയി എന്ന് പിന്നെ ഏങ്ങലടിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ വേവലാതിയോടുകൂടെ നമ്മൾ പറയുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ സുഹൃത്തെ. ആ ദിവസം ആലോചിച്ച് ഇത് ചിന്തിക്കുക. അറബിയിലെ ഇബാറത്തുകൾ ഞാൻ തട്ടി പുനർത്തിയതാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രം 2-3 പ്രസിദ്ധീകരണങ്ങൾ വായിക്കട്ടെ. സുന്നി വോയിസ് 2000 ജൂലൈ 16 പേജ് 26. എന്റെ അജ്മലിന്റെ ഫ്ലെക്സിലുള്ള, അജ്മലിന്റെ ബാനറിലുള്ള, പോസ്റ്ററിലുള്ള വാചകം: ഈ മൗലിദിന് ഖുർആനിലോ സുന്നത്തിലോ അടിസ്ഥാന രേഖയുള്ളതായി എനിക്കറിയില്ല. മതത്തിൽ മാതൃകയാക്കാവുന്ന സമുദായത്തിലെ പൂർവീക മാർഗം അവലംബിക്കുന്ന ഉലമാക്കളിൽ ആരിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല. അൽ ഹാവി കൃത്യമായി എഴുതാണ്. അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഈ ബിദ്അത്ത് ചെയ്താൽ ഹൗദുൽ കൗസറിലെ വെള്ളം പോകും. നരകമാനവന്റെ സങ്കേതം. അവനിൽ നിസ്കാരം സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല. നിങ്ങളുടെ നിസ്കാരം സ്വീകരിച്ചു കിട്ടാൻ, നോമ്പ് സ്വീകരിച്ചു കിട്ടാൻ, സക്കാത്ത് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി സുഹൃത്തുക്കളെ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം അതിനെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ? നിയമപാലകർ ഇവിടെ ഉണ്ടായിട്ടും നിയമപാലകരെ പോലും അവഗണിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ദാഷ്ട്യം, ആ ദാഷ്ട്യം തൽക്കാലം വിനയപൂർവ്വം ഞങ്ങൾ അവഗണിക്കുകയാണ്. അതേസമയം എന്നോട് നിയമപാലകർ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. സലഫി പ്രസ്ഥാനം നിയമത്തിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിയമപാലകർ പറഞ്ഞതിന്റെ മുമ്പ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. അവരെന്നോട് 8:40 അവസാനിപ്പിക്കാനാണ് പറഞ്ഞത്. എങ്കിൽ അതിന്റെ മുൻപ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. എന്തുകൊണ്ട്? എന്റെ ദൗത്യം ഇവിടെ അവസാനിച്ചു. നാളെ പരലോകത്ത് ഇതാ എന്റെ 2 സൈഡിലും ചേരം പിടിച്ചു നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കളും ഇരുട്ടിൽ നിന്നൊളിഞ്ഞ് എന്നെ കല്ലെറിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും വരും. അന്നത്തെ ദിവസത്തിന് മുമ്പേ നിങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തോട് കാണിക്കുന്ന ആദരവാണ് ഉരുളൻകല്ലായി വരുന്നത്. ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ കുഴപ്പമാണ്. അറിയാം ഞങ്ങൾക്കവരെ. നിങ്ങൾ ഈ കല്ലേറ് നടത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. നാളെ പോയി ചോദിക്കൂ. നമസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിനോട് ആയിഷ ബീവി ആഘോഷിച്ചതുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഘോഷിച്ചതുണ്ടോ? സ്വഹാബത്ത് ആഘോഷിച്ചതുണ്ടോ? ഖുർആനിൽ ഇതിന് തെളിവുണ്ടോ? ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ സൂറത്ത് യൂനുസിൽ ആയത്ത് പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ ചോദിക്കണം, ഈ ആയത്ത് ഉസ്താദ് ആദ്യം കണ്ട നമ്മളല്ലല്ലോ, നമ്മുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലേ? സ്വഹാബത്ത് കണ്ടിട്ടില്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആഘോഷിച്ചിട്ടുണ്ടോ എന്നത് നിങ്ങൾ ഓരോരുത്തരും സുഹൃത്തുക്കളെ ചോദിക്കണം.
ഖദീജ ബീവിന്റെ മൗലൂദ പിന്നെ പറയാ. അങ്ങനെയാണെങ്കിൽ ഉസ്താദേ, ഖദീജ ബീവിന്റെ മൗലൂദല്ലേ ആദ്യം ആഘോഷിക്കേണ്ടത്? ഖദീജ ബീവിന്റെ ജന്മദിനല്ലേ ആദ്യം ആഘോഷിക്കേണ്ടത്? ഖദീജ ബീവിക്ക് വേണ്ടി അല്ലാഹു നിന്റെ റസൂൽ ആടിനെ അറുത്തു എന്നാണെങ്കിൽ അതല്ലേ ആദ്യം നടത്തേണ്ടത്? ഇനി അവരുടെ ജന്മദിനം നോക്കിയാണോ ഉസ്താദേ ഇത് നടത്തിയത് എന്ന് നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കുക. പ്രവാചക തിരുമേനിയെ പ്രശംസിച്ച് പാടിയ പാട്ടുകളാണ് പിന്നെ ഉസ്താദുമാര് പറയാ, അല്ലെ? പച്ചപ്പൊട്ട് പുതപ്പ് കൊടുത്ത കാര്യമാണ് പറയാ. ചോദിക്കണം നിങ്ങൾ, ഈ ഹദീസ് ഉദ്ധരിച്ച ബുഖാരിയോ അതല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാരോ ഈ ഹദീസിൽ നിന്ന് ഇത് റബീഉൽ അവ്വൽ മാസത്തിനോ ആ ദിവസത്തിനോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രാധാന്യം നൽകി ആഘോഷിക്കാനുള്ള തെളിവായി ഇത് ഉദ്ധരിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ലക്ഷോപലക്ഷം അയിമ്മത്ത്, ലോകത്തിലെ ലക്ഷോപലക്ഷം മുൻഗാമികൾ, ഞങ്ങൾ ഏതിനും അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. മുൻഗാമികളിലേക്ക് നോക്കണം. ഓരോ വിഷയത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഹദീസ് മനസ്സിലാക്കിയവർ പറഞ്ഞത്, എന്താണ് ഈ ഹദീസുകൾ പഠിപ്പിച്ചവർ പറഞ്ഞത് എന്ന് പരിശോധിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അത് പരിശോധിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് വീട്ടിൽ പോയി കിടന്നുറങ്ങും മുമ്പ് ഭാര്യയോട് ചർച്ച ചെയ്ത്, സുഹൃത്തുക്കളെ, ഒരു 2 മിനിറ്റ് നേരത്തെ ചിന്തക്ക് നിങ്ങൾ തയ്യാറാകണം. എന്തുകൊണ്ടറിയോ? ആവേശപൂർവം സംഘശക്തി പ്രകടിപ്പിച്ച് മസിൽ പവർ പ്രകടിപ്പിച്ച് ഈ രീതിയിൽ നീങ്ങുന്ന നമുക്ക് നമ്മുടെ ഖബറിലേക്ക് ഉസ്താദുമാരുണ്ടാകൂല, സംഘടന ഉണ്ടാകൂല, കൂട്ടുകാരുണ്ടാകൂല, ഇരുട്ടിൽ നിന്ന് കല്ലെറിഞ്ഞവരുണ്ടാകൂല, ആരുണ്ടാകൂല. നമ്മുടെ ഖബറിലേക്ക് നമ്മളെ പ്രിയപ്പെട്ടവരുണ്ടാകുള്ളൂ, അല്ലെ? ആ ചെറിയ ഹോൾസിൽ നമ്മളെ ഇറക്കിക്കടത്തി മുകളിൽ കല്ല് വെച്ച് മണ്ണിട്ട് മൂടി തിരിച്ചു പോകുമ്പോ അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നത് ഓർത്തുകൊണ്ട് ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പരിപാടി അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രൗഢിയോടുകൂടെ ഇവിടെ അവസാനിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. കേവലം ഒരു ജാഥയിലോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലോ ഇതിനെ ചുരുക്കാതിരിക്കുക. സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക. സാധാരണക്കാരെ സഹായിക്കുന്നതിലേക്ക് ചെല്ലുക. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരിക. സാമൂഹികമായി അരാഷ്ട്രീയവാദം നിലനിൽക്കുന്നിടത്ത് സുന്ദരമായ പക്വതയാർന്ന മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വരിക. പാവങ്ങളെ സഹായിക്കുക. ഇതൊക്കെ പ്രവാചക സ്നേഹമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവസാനം ഒരു വരി, മാർച്ച് മാസത്തിലെ 2ാം ശനി, 2ാം വെള്ളി, 2ാം ഞായർ തീയതികളിൽ ഇൻഷാ അല്ലാഹ് 8, 9, 10 തീയതികളിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു മഹാസംഗമം മലപ്പുറത്ത് വെച്ച് നടക്കുകയാണ്. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നടത്തുന്ന പ്രൊഫ്കോൺ എന്ന പ്രസ്തുത പരിപാടിയുടെ കാര്യത്തിൽ പ്രദേശത്തെ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ സംസാരം ശ്രദ്ധിച്ച മുഴുവൻ ആളുകൾക്കും വേണ്ടി പിന്നെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലാഹുവേ, വികാരം കൊണ്ട് എന്തെങ്കിലും ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.